Hi, welcome to my next video regarding how I got my PR from India. സോ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് IELTSൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് വെസ് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് പൂളിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പൂളിൽ എൻട്രി ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇൻവിറ്റേഷൻ വരിക എന്നുള്ളത്. സോ പ്രൈമറി സ്റ്റെപ്സിൽ വരുന്നതാണ് IELTSും വെസ്സും. ഈ വീഡിയോയിൽ വെസ്സിനെ പറ്റിയാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് എഡ്യൂക്കേഷണൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ ഈക്വലൻസി ചെയ്യുകയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ, അതായത് ഫോറിനിൽ ചെയ്തിട്ടുള്ള ഡിഗ്രീനെ നമ്മുടെ കനേഡിയൻ ഈക്വലൻസിയിലേക്ക് ആക്കുന്ന ഒരു പ്രോസസ്സാണിത്. നമുക്ക് വരുന്ന റിപ്പോർട്ടും കനേഡിയൻ ഈക്വലൻസിയിലായിട്ട് കൺവേർട്ടഡ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്ന ഒരു റിപ്പോർട്ട് വരുന്നത്. ഇനി ഇതിനെന്തൊക്കെ ചെയ്യണം? എനിക്ക് വെസ്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നത് എൻ്റെ ഏജൻസി ആയിരുന്നു. അതല്ലാതെ നമുക്ക് സ്വയമേ ആണെങ്കിലും വെസ്സിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളൊരു ഏജൻസി ത്രൂ ആണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഏജൻസി നിങ്ങളുടെ അടുത്ത് പറയും വെസ്സിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ആ വെസ്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് നമ്മുടെ റെഫറൻസ് നമ്പർ, പാസ്വേഡ്, ഇമെയിൽ ID അല്ലെങ്കിൽ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. വൺസ് നമുക്കത് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ആ ആപ്ലിക്കേഷൻ സമയത്ത് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ബാക്കി അതിനകത്ത് വേണ്ട ഡോക്യുമെൻറ്റ്സ്, അതിൽ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. അതൊരു ആപ്ലിക്കേഷനാണ്. വെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ. നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിലൊക്കെ ആപ്പിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഫുൾ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് പേയ്മെൻറ്റ് നടത്താം. വെസ്സിൻ്റെ പേയ്മെൻറ്റ് ഞാൻ ചെയ്ത സമയത്ത് വെസ്സിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 250K ആഡ് ആയിരുന്നു. ഇൻക്ലൂഡിങ് ടാക്സ് എല്ലാം കൂടെ ഓൾമോസ്റ്റ് 250K ആഡ് വന്നു. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 276 പ്ലസ് ടാക്സ് ആണ്. ഓൾമോസ്റ്റ് 17,000 ഇന്ത്യൻ റുപ്പി. അതാണ് 16,000 സംതിങ് ആണ്. ടാക്സും എല്ലാം കൂടെ വരുമ്പോൾ 17,000 എബോവ് വരും. സോ ഇതാണ് ഇപ്പോഴത്തെ വെസ്സിൻ്റെ ഫീസ്. ഈ ഫീസ് നമ്മൾ അപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ്, അതായത് ആ ആപ്പിനകത്ത് തന്നെ ഓരോ സ്റ്റേജസും അവർ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് പറയും. അതുപോലെ ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യേണ്ട സമയത്ത് ഓരോരോ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തുണ്ടാവും. വൺസ് നമ്മൾ പേയ്മെൻറ്റും കൂടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെസ്സിൽ നമ്മൾ ഈ അയച്ചു കൊടുത്ത സാധനം ഡോക്യുമെൻറ്റ്സൊക്കെ വെരിഫൈ ചെയ്യും. അവർ ഇവാലുവേഷൻ നടത്തും. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു വെസ്സിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ്, എനിക്ക് എൻ്റെ ഏജൻസിയാണ് പ്രൊവൈഡ് ചെയ്ത് ഒരു ഡോക്യുമെൻറ്റ് തരും. ജസ്റ്റ് ഒരു പേപ്പർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പേപ്പർ ഫില്ല് ചെയ്യുക. പ്ലസ് ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് വരുന്നത്, ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഡിഫറെൻ്റ്. ആക്ച്വലി നമ്മൾ കേരളത്തിൽ പഠിക്കുന്ന, ഞാൻ കുഹാസ് ആയിരുന്നു. അപ്പോൾ കുഹാസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ യൂണിവേഴ്സിറ്റി കയറി നോക്കുന്ന സമയത്ത് അവരുടെ സൈറ്റിൽ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഫോം അവൈലബിൾ ആണ്. നമ്മളത് ഡൗൺലോഡ് ചെയ്യുക. ആ ഫോം കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുക. കോളേജിൽ പോവുക. പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് നമ്മൾ സൈൻ മേടിക്കണം. അതിൽ സൈനും സീലും ഒക്കെ വേണ്ടി വരും. അതെല്ലാം മേടിക്കണം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കുഹാസിലെ കാര്യമാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഓരോ ഇയറും പഠിച്ചിട്ടുള്ള ഓരോ സ്കോർ നമ്മൾ ആഡ് ചെയ്യണം. അത് ഭയങ്കര ശ്രദ്ധയോടുകൂടെ തന്നെ വേണം ചെയ്യാൻ. കാരണം ഏതെങ്കിലും ഒരു സ്കോറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അത് തിരിച്ചയക്കും. നമ്മൾ എന്നിട്ട് വീണ്ടും ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാം, അതായത് ഓരോ ഇയറിലെയും നമ്മുടെ CE മാർക്ക്, അതുപോലെ എത്രയാണ് പെർസെൻറ്റേജ് കിട്ടിയിട്ടുള്ളത്, അങ്ങനെ ഈച്ച് ആൻഡ് എവ്രിതിങ് നമ്മൾ ആഡ് ഓൺ ചെയ്യണം അതിനകത്ത്. അത് എളുപ്പമാണ്, യെസ് ഇറ്റ്സ് എളുപ്പമാണ്. പക്ഷെ നമുക്കതൊരു ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഡബിൾ ചെക്ക് ചെയ്യാൻ നല്ലപോലെ. ഈവൻ നമ്മുടെ കോളേജിലാണെങ്കിലും അവർ ഡബിൾ ചെക്ക് ചെയ്യും. എന്നിട്ടേ അത് സിഗ്നേച്ചേഴ്സ് തരുള്ളൂ. അതല്ലാതെ എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് ഇതുപോലെ ചെയ്തിട്ട് അവർക്ക് തിരിച്ച് ട്രാൻസ്ക്രിപ്റ്റ് ഒന്നും കൂടെ എറർ ഉണ്ടെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഞാനിതെടുത്ത് പറയുന്നത്. ട്രാൻസ്ക്രിപ്റ്റിൽ ആഡ് ഓൺ ചെയ്യുന്ന മാർക്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. വൺസ് നമ്മുടെ പ്രിൻസിപ്പൽ സൈൻ ചെയ്തു, കോളേജിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ വെസ്സിൻ്റെ ഓൾറെഡി ഒരു പേപ്പർ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടാവും, ഏജൻസി ത്രൂ ആണെങ്കിൽ. അതല്ലെങ്കിൽ നമുക്കത് ഈ ആപ്പിനകത്തുണ്ട്. ആ വെസ്സിൻ്റെ പേപ്പറും ഈ ട്രാൻസ്ക്രിപ്റ്റും പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് അടയ്ക്കേണ്ട ഒരു ഫീസ് ഉണ്ടാവും. ട്രാൻസ്ക്രിപ്റ്റ് അവർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേക ഫീസുണ്ട്. ആ ഫീസും ഐദർ DD, ആദ്യമൊക്കെ DD ആയിരുന്നു, ഇപ്പോൾ അത് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ഓർ ഗൂഗിൾ പേ ഒക്കെ അവൈലബിൾ ആണിപ്പോൾ. അതുവഴി നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കും. യൂണിവേഴ്സിറ്റി ഈ ട്രാൻസ്ക്രിപ്റ്റ് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് അവർ ചെക്ക് ചെയ്തതിന് ശേഷം അവർ ഡയറക്റ്റ്ലി കാനഡയ്ക്ക് അയക്കും. ഇതാണ് വെസ്സിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. ദിസ് ഈസ് ഓൺലി റിലേറ്റഡ് ടു കേരള കുഹാസ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതായതുകൊണ്ടാണ്. ഇനി ബാംഗ്ലൂർ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആണ് ട്രാൻസ്ക്രിപ്റ്റ്. ഈ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അവർ സ്വയം ഫില്ല് ചെയ്യേണ്ട. മിക്ക ബാംഗ്ലൂർ കോളേജസിലും അവരുടെ കോളേജസ് തന്നെയാണ് ട്രാൻസ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സൈറ്റിൽ പോവോ അല്ലെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യണ്ട. സോ നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ കോളേജാണോ നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതോ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണോ? ഇറ്റ് ഡിപ്പെൻസ്. ഓരോ ഹെൽത്ത് പ്രൊഫഷണലിൽ മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്കും ഓരോരുത്തരുടെ കോളേജസും ഓരോരുത്തരുടെ യൂണിവേഴ്സിറ്റിയും അനുസരിച്ച് ഡിഫർ ചെയ്യും എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്റ്റ് കിട്ടുക എന്നുള്ളത്. വൺസ് നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം ആണ്. ചിലർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും, ചിലർക്ക് കോളേജിൽ നിന്ന് കിട്ടും. കോളേജിൽ നിന്ന് കിട്ടിക്കഴിയുന്ന ആൾക്കാരാണെങ്കിൽ ബാംഗ്ലൂർ പഠിച്ച മിക്ക ആൾക്കാർക്കും കോളേജിൽ നിന്ന് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോളേജിൽ നിന്ന് കിട്ടുന്ന ആൾക്കാർ അത് മേടിക്കുക, വെസ്സിൻ്റെ പേപ്പർ കൂടെ വെക്കുക, യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുക. യൂണിവേഴ്സിറ്റി അത് വെരിഫൈ ചെയ്തിട്ട് നേരെ കാനഡയിലേക്ക് അയക്കും. വൺസ് കാനഡയിലേക്ക് അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ആപ്ലിക്കേഷനിൽ കാണിക്കും ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ വൺസ് കാനഡയിൽ അതിൽ ഇവാലുവേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് റിപ്പോർട്ട് അവൈലബിൾ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് വെസ് ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞ് ആപ്പിൽ കാണിക്കും. അതേ ടൈമിൽ തന്നെ നമുക്ക് ആ വെസ്സിൻ്റെ റിപ്പോർട്ട് നമ്മുടെ ഇമെയിൽ ID വരും. ഏജൻസി നമ്മുടെ ഇമെയിൽ ID ആണ് കൊടുത്തെങ്കിൽ നമ്മുടെ ഇതിലേക്ക് വരും, അതല്ലെങ്കിൽ ഏജൻസിയുടെ ഇതിലേക്ക് വന്നിട്ട് അവർ നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഇതാണ് റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ട് തന്നെ നമുക്ക് ഹാർഡ് കോപ്പിയും കിട്ടും. കാനഡയിൽ നിന്ന് ഹാർഡ് കോപ്പി നാട്ടിലോട്ട് വരാനുള്ളൊരു ടൈമായിരിക്കും പിന്നീട് അത് എടുക്കുന്ന സമയം. പക്ഷെ നമുക്ക് നമ്മുടെ ഈ ജിമെയിലിൽ കിട്ടിയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് ഹാർഡ് കോപ്പി വേണമെന്ന് നിർബന്ധമില്ല. സോ നമ്മുടെ വെസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടെ എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ് ബൈ ഡോക്യുമെൻറ്റ് ഇവാലുവേഷനാണ് ഞാൻ PR-ന് വേണ്ടിയിട്ട് വെസ്സിൽ ചെയ്തിട്ടുണ്ടായത്. ഇതൊക്കെ എനിക്ക് ഏജൻസി തന്നെയായിരുന്നു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്താണെന്നൊന്നും ഞാൻ അറിയേണ്ടി വന്നിട്ടില്ല. വൺസ് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയപ്പോൾ എല്ലാ പേപ്പേഴ്സും നമ്മൾ തന്നെയാണ് സ്വയം തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ഒപ്പീനിയന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിരുന്നു ഏജൻസിയോട്, ഇതൊക്കെ തന്നെയാണോ, ഇതിലെന്തെങ്കിലും എററുണ്ടോ, ഇത് ചേഞ്ച് ചെയ്യണോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിരുന്നു. ഇത്രയും ഓൾ ടുഗെദറാണ് വെസ്. നമ്മുടെ വെസ് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ചെറിയൊരു പേപ്പറാണത്. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും യുവർ ഡിഗ്രി ഈസ് ഈക്വലൻസി ടു കനേഡിയൻ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൂളിൽ എൻ്റർ ആവാൻ റെഡിയായി. പൂളിൽ എൻ്റർ ആവുക, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ ഫുൾ വെയിറ്റിംഗ് ആണ്. അടുത്ത സ്റ്റേജിനെ പറ്റി നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും വീഡിയോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. താങ്ക് യു സോ മച്ച്. ബൈ. ടേക്ക് കെയർ.